Greetings to you all in the precious name of our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുന്നതായ ന്യൂജേഴ്സി ഗ്രേസ് ഫെലോഷിപ്പിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളിൽ ഒരു സത്യം, യേശുവിൽ നിങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സത്യം, ഒരു വലിയൊരു കർമ്മം പിതാവായ ദൈവം തൻ്റെ മഹാസ്നേഹത്താൽ നമ്മളെ ഉൾക്കൊള്ളിച്ച് യേശുവിൽ ഒരു കർമ്മം നടന്നു, മഹത്തായ സാക്രിഫൈസ് നടന്നു. ആ സാക്രിഫൈസിൽ ഞാനും നീയും ഉൾപ്പെട്ടു. ആ ഒരു സത്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നത്. യേശു യോഹന്നാൻ 8:32 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കും. ഇന്ന് നിങ്ങളെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ പലതായ രോഗത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പൈശാചികമായ പലവിധമായ ബന്ധനങ്ങളാൽ അടിമപ്പെട്ടവരായിട്ടിരിക്കുകയാണ്. എന്നാൽ യേശു പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുകയും ആ സത്യത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ ഏരിയയിലും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോവുകയാണ്. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പൈശാചിക പോരാട്ടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഇതെല്ലാം നിങ്ങളുടെ സത്യം അറിയുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ വരുന്നത്. ഇന്ന് ആ അല്പസമയം ആ സത്യത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ എഫേഷ്യൻസ് 2:4 വിടുകയാണ്. അതിക്രമങ്ങളാൽ, എഫേഷ്യൻസ് 2:4, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിയെ, പ്രിയ സ്നേഹിത, നിങ്ങൾ ഏത് മതത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളെ ഉൾക്കൊള്ളിച്ച് എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അത് നിങ്ങൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ മഹാസ്നേഹത്താൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോട് കൂടെ ഉയർപ്പിച്ചു. ഇതാണ് ഒരു സത്യം. ഈ സത്യം നിങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സത്യമാണ്. ഇനിയും ഐ എം ഗോയിങ് ടു ഗെറ്റ് ഡീപ്പർ ഇൻ ടു ദിസ് വേർഡ്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ, ആരുടെ അതിക്രമത്താലാണ് നമ്മൾക്ക് ഒരു ആത്മീക മരണം സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ആദാമിൽ നിന്നുളവായ മനുഷ്യരെല്ലാം പാപികളായി തീർന്നു. ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മരണത്തിലായി തീർന്നു. ആദാമ്യ പാപത്താൽ മനുഷ്യവർഗം മൊത്തം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മരണത്തിൻ്റെ അവസ്ഥയിലായി തീർന്നു, ആത്മീക മരണത്തിലായി തീർന്നു. അതാണ് ആത്മീക മരണത്തിലായിരുന്ന മാനവജാതിയെയാണ് യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ, ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ, യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ മരിച്ചു കിടന്നവരായിരുന്ന നമ്മെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എന്നെയും നിന്നെയും യേശുവിൽ ഉയർപ്പിച്ചു. ഞാൻ ജനിക്കുന്നതിന് 6000 വർഷം മുമ്പേ, ഞാനും നീയും ജനിക്കുന്നതിന് 6000 വർഷം മുമ്പേ ആദാമ്യ അകൃത്യത്താൽ നമ്മൾ പാപികളായി തീർന്നു എങ്കിൽ 2000 വർഷം മുമ്പേ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ വലിയൊരു റിവേഴ്സൽ നടന്നു. ആദ്യത്തെ ആദാമിൻ്റെ അനുസരണത്തെ ആദാമാകുന്ന യേശുവിൻ്റെ അനുസരണത്താൽ നിന്നെ വീണ്ടെടുത്ത്, നിന്നെ നീതീകരിച്ച്, ആദാം ഏത് അവസ്ഥയിലായിരുന്നു, താൻ പാപം ചെയ്യുന്നതിന് മുമ്പേ ആദാം ഏത് അവസ്ഥയിലായിരുന്നു, ആ അവസ്ഥയിലേക്ക് ലോകത്തെ മൊത്തം ജനിക്കുവാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഐ വാണ്ട് യു ടു ഹിയർ വെരി കെയർഫുള്ളി. ആദാം മരിക്കുന്നതിന് മുമ്പേ ആദാമിൻ്റെ ആത്മീക അവസ്ഥ, അല്ലെങ്കിൽ ആദാം നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിന് മുമ്പേ ആദാമിൻ്റെ ആത്മീക അവസ്ഥ ഏത് ലെവലായിരുന്നോ ആ ലെവലിലേക്ക് മാനവജാതിയെ മൊത്തം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ആ ഒരു ആത്മീക നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. Oh, I want you to get this point.
ഈ പോയിന്റ് നിങ്ങൾ പിടിക്കുക. യേശു ക്രിസ്തു മാനവജാതിയെ മൊത്തം ആത്മീകമായിട്ട് മരിച്ചു കിടന്നിരുന്ന ആദാമിൻ്റെ അകൃത്യത്താൽ മരിച്ചു കിടന്നിരുന്ന മാനവജാതിയെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു, യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നത് കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ മരണത്തിലാണ്. നിങ്ങളിത് പ്രിയ സഹോദര, നിന്നോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ മഹാസ്നേഹം, നിന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് കാൽവറി ക്രൂശിലുള്ള വീണ്ടെടുപ്പിലാണ്. തൻ്റെ പുത്രനെ മനുഷ്യന് വേണ്ടി അടികൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം യേശുവിന്മേൽ വെച്ചുകൊണ്ട് യേശുവിനൊരു മരണം സംഭവിച്ചപ്പോൾ ഞാനും മരിച്ചു, യേശുവിന് അടക്കം നടത്തു, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ മരിച്ചു കിടന്നവരായിരുന്ന നമ്മൾ ഓരോരുത്തരും യേശുവിനോടുകൂടെ ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രിയ സഹോദര, ഇതാണ് നീ ഈ ലോകത്തിൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ആത്മീകമായി നടന്ന 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. 2 കാര്യങ്ങളാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ സംഭവിച്ചത്. ഒന്ന്, ആദാമിലൊരു അതിക്രമം നടന്നു, ആദാമിലൊരു അനുസരണക്കേടുണ്ടായി. അതിനാൽ മനുഷ്യവർഗം മൊത്തം പാപികളായി തീർന്നു, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നു. എന്നാൽ 2000 വർഷം മുമ്പേ യേശുവിൽ ഒരു അനുസരണത്തിൻ്റെ പ്രവൃത്തി, പിതാവായ ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ യേശു അനുസരണത്താൽ ആ വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്തതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ 2 നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾക്ക് ജനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തിക്ക് അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് വരത്തുള്ളൂ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഈ 2 സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. എന്നാൽ നീ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ജനിച്ചിരിക്കുന്ന ഞാനും നീയും, സഭായുഗത്തിൽ ജനിച്ചിരിക്കുന്ന ഞാനും നീയും, സഭായുഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് അല്ലെങ്കിൽ റാപ്ചർ, കള്ളനെ പോലുള്ള വരവും തമ്മിലുള്ള യുഗത്തിനാണ് സഭായുഗം എന്ന് പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും, എല്ലാ വ്യക്തികളും സഭായുഗത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണ് ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് സഭായുഗത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണിത്. എന്നാൽ ലിസൺ ടു മീ. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. യേശു അത് ചെയ്തു, നമ്മളത് വിശ്വസിച്ചു, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കൃപയാലെ ദൈവം അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ കൃപയാലെ അവൻ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കൃപയാലെ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി, സ്വർഗതലങ്ങളിൽ ഇരുത്തി, സ്വർഗത്തിൻ്റെ സിറ്റിസണാക്കി, സ്വർഗത്തിൻ്റെ പൗരത്വം നമുക്ക് തന്നു. ലോകത്തിൽ അംബാസഡറായിട്ട് അയക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ ലോകത്തിൽ നമ്മുടെ എൻട്രൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായി നമ്മളൊരു ഭൗതിക ശരീരവുമായിട്ടാണ് ലോകത്തിൽ നമ്മുടെ അവതാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗതലങ്ങളിൽ ഇരുത്തിയിട്ട് സ്വർഗത്തിലെ പൗരത്വം നമുക്ക് തന്ന് സ്വർഗത്തിൻ്റെ സ്ഥാനാപതിയായി സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ അയക്കപ്പെട്ടവരാണ് ഈ കൃപായുഗത്തിൽ ജനിച്ചു വന്ന എല്ലാ മനുഷ്യരും. ഐ വോണ്ട് യു ടു ഗെറ്റ് ദിസ്. ഇപ്പോൾ നിങ്ങൾ വിശ്വാസികളല്ലായിരിക്കാം, പക്ഷെ നിന്നെയും ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നീ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ഈ കൃപായുഗത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്, ദേ ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ, ദേ ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ദേ ആർ സെൻഡ് ഫോർത്ത് ടു എർത്ത് വിത്ത് എ മിഷൻ ടു എസ്റ്റാബ്ലിഷ് ഹെവൻ ഓൺ എർത്ത്. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ ജനിച്ചത് ഒരു ഏതെങ്കിലും ക്രിസ്തീയ മതമല്ലാത്ത ഒരു മതത്തിലായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് ദൈവം അയച്ചതെന്നുള്ള മർമ്മം പോലും നിങ്ങൾക്ക് വെളിപ്പെട്ട് ലഭിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം, ടുഡേ ഈസ് ദ ഡേ,
This is the day that is opening that mystery for you. നിന്നെയും സ്വർഗത്തിൽ ഇരുത്തിയിട്ട് സ്വർഗത്തിൻ്റെ സിറ്റിസൺഷിപ്പ് തന്നിട്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്ഥാനാപതിയായിട്ട് ഐക്യപ്പെട്ടവനാണ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു ബിലീവ് നൗ, irrespective of whatever you believe now, you have this was the reason why you were born in the earth. You have a special plan. God has a special plan and a purpose about you. All that is, you have to understand that his calling in life and walk in it. പ്രിയ സഹോദര സഹോദരി, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ യേശുവിൻ്റെ കൃപയാൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ മഹാസ്നേഹത്താൽ യേശുവിൽ കൃപയാൽ നടന്ന കാര്യമാണ്. മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗതലങ്ങളിൽ ഇരുത്തി സ്വർഗത്തിൻ്റെ സിറ്റിസൺഷിപ്പ് തന്നു. ഭൂമിയിൽ നമ്മളെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് അയച്ചത്. ഇവിടം വരെയും കൃപയാൽ നടന്ന കാര്യമാണ്. എന്നാൽ ഈ കൃപയാൽ നടന്നത് വിശ്വസിക്കുന്നവരാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. കൃപയാലെ, by grace through faith. Everything happened by grace, but we will be a partaker of that grace when we put our trust in it, when we start believing in it, and we put our trust in it and receive the Lord of this perfect work. The Lord of that perfect work is nobody else other than Jesus Christ. നിനക്ക് വേണ്ടി ചെയ്ത ആ മഹാകർമ്മത്തിൻ്റെ ഉടയവനായ യേശുവിനെ ഇന്ന് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ടേക്കിംഗ് ഹിം ആസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലോർഡാക്കി നിങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്, വചനത്താൽ ജനിക്കുന്നത്. വചനത്താൽ ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഇത്രയും വരെയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു. ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്. പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് യേശു അകത്തിരുന്ന് യേശു നമ്മളിൽ കൂടെ വാഴുന്ന ഒരു ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. സകല ചലാചരങ്ങളെയും അടക്കി വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കുവാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആദാം തൻ്റെ അനുസരണക്കേടിനാൽ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ ആദാമിനകത്തുനിന്ന് ഉളവായ ലോകമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സോളിൽ തൻ്റെ ദേഹി കൊണ്ട് ജീവിക്കുന്ന, ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്നത്തെ ലോകം നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ, മാനവജാതി യേശുവിൻ്റെ ലൈഫിൽ ജീവിക്കുക. അപ്പം ഓരോ മനുഷ്യരും കർത്താവിൻ്റെ മന്ദിരമായി തീരുവാൻ, കർത്താവ് വസിക്കുന്ന മന്ദിരങ്ങളാണ് ആയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. വസിക്കുന്ന മന്ദിരങ്ങൾ. അപ്പോൾ വി ആർ ദി വാക്കിംഗ് ഹൗസ് ഓഫ് ഗാഡ്. വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ കർത്താവിൻ്റെ ശരീരമാണ്. ഭൂമിയിൽ അവൻ കർത്താവിൻ്റെ ഫിസിക്കൽ ബോഡിയാണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിക്കുന്നിടം വരെയും ഭൂമിയിൽ ഉരുവാകുന്നിടം വരെയും ഒരു വ്യത്യാസവും ഇല്ല. We all were raised up together with Christ, seated in the heavenly places, got the citizenship of heaven, sent forth to the earth with a particular mission to establish heaven on earth. But the thing is, like now the change has to happen in our soul. നമ്മൾ ഈ ഒരു വലിയൊരു മഹത്തായ കർമ്മത്തിൻ്റെ ഉടയവനായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു അകത്ത് വരുമ്പോഴത്തേക്കാണ് ഒരു വ്യക്തി നിത്യജീവനിലേക്ക് കടക്കുന്നത്. അല്ല എങ്കിൽ ഈ യേശു വരാത്തിടത്തോളം കാലം അവൻ എന്നേക്കുമായിട്ട് നിത്യ ശിക്ഷാവിധിയിലേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ശിക്ഷാവിധിയെക്കുറിച്ച് പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആരായിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലായിരിക്കട്ടെ, യേശു നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. Just receive him as your savior. Receive him as your savior. That's all you have to do it. Okay, now നിങ്ങൾ നോക്കണം. Listen to this. Now next one. ഇനിയും ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ സഭയുടെ അംഗമായ
കർത്താവിൻ്റെ ശരീരമായി ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വായിക്കാൻ പോവാണ്. ആ മർമ്മം വെളിപ്പെട്ട് കിട്ടിയ ഈ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങൾ മനുഷ്യർക്ക് അറിവായി വരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഓ ഹല്ലേലൂയ! ജാതികൾ സുവിശേഷത്താൽ, സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൽ ആത്മമണ്ഡലത്തിൽ നടന്നതായ ആ ഒരു വലിയ മർമ്മം വിളിച്ചു പറയുന്നതാണ് സുവിശേഷം. വാട്ട് ഈസ് ദ ഗോസ്പൽ? The gospel is about the finished work of Jesus on the cross. ആത്മമണ്ഡലത്തിൽ യേശുവിൽ കൃപായുഗത്തിൽ ജനിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി നടന്നതായ ആത്മീക മർമ്മമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതോ ജാതികൾ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരും ജാതികളുമുണ്ട്. യഹൂദനല്ലാതെ, യഹൂദനായിട്ട് പിറക്കാതെ ബാക്കിയുള്ള മനുഷ്യരെ എല്ലാം ജാതികളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം ജാതികളിൽ നിന്ന് വന്നവരാണ്. ഇഫ് യു ആർ നോട്ട് ബോൺ ആസ് എ ജൂ അക്കോർഡിംഗ് ടു ദ ബൈബിൾ, യു ആർ എ ജെന്റാൽ. സോ ഐ വാസ് എ ജെന്റാൽ. ഓക്കെ, അപ്പോൾ ജാതികൾ ഈ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആകണം എന്നുള്ളത് തന്നെ. അപ്പോൾ എല്ലാം നടന്നു കഴിഞ്ഞു. ഇനിയും ജാതികൾ ആ സുവിശേഷത്തിൽ പങ്കാളികളാകുന്നത് അവർ ഈ മർമ്മം മനസ്സിലാക്കി, അവർ ആ മർമ്മത്തിൻ്റെ ഉടയവനായ, ആ വലിയ മഹത്തായ കർമ്മത്തിൻ്റെ ഉടമയായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് അവർ ഏക ശരീരത്തിൻ്റെ കൂട്ടവകാശികളും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരുന്നത്. അപ്പോൾ ഇന്ന് സഭയുടെ ദൗത്യം എന്തുമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല സഭയുടെ ദൗത്യം. സുവിശേഷം എന്ന് പറയുന്നത് നല്ലത് ചെയ്യുക എന്നുള്ളതല്ല. I want you to get this point on it. സുവിശേഷം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ, അല്ലെങ്കിൽ യേശുവിൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ കൃപായുഗത്തിൽ ജനിക്കുവാൻ പോകുന്ന മനുഷ്യരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വലിയ സന്ദേശം, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇത് പറയാൻ വിളിക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഞാനും നീയും. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിത്തീരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു. ഞാനിവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീർക്കുകയാണ്. പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ ഇന്നത്തെ ആത്മീയ അവസ്ഥ എന്തു തന്നെ ആയിരിക്കട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവനായിരിക്കാം, മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പ്രയത്നത്താൽ ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയോടുകൂടെ, ആ മഹത്തായ കർമ്മത്തോടുകൂടെ എല്ലാ മതങ്ങളുടെയും he put a full stop. He closed the door for every other religion. Now is the way is through Jesus. ക്രിസ്തീയ മതം എന്ന് പറയുന്നതും അത് തന്നെയാണ്. മനുഷ്യരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണ് ക്രിസ്തീയ മതം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നാൽ യേശുവിൽ കൂടെ ദൈവത്തെ കാണുക, യേശുവിൽ കൂടെ, യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ കൂടെ നമ്മളെ തന്നെ കാണുക, യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ കൂടെ നമ്മുടെ ലോകത്തെ കാണുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ യഥാർത്ഥ സുവിശേഷം നമ്മൾ കൂടെ വെളിയിൽ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, this is an opportunity. God was waiting for all these years, for this appointed time to reveal this mystery to you. The mystery is you were dead in trespasses and sins. You were raised together with Christ and seated together with Christ, and you were born in the earth to represent His kingdom. But now, നിങ്ങളിപ്പോൾ തെറ്റി ഉഴഞ്ഞ് നടക്കുന്ന ആടുകളെ പോലെ തൻ്റെ ഇടയൻ്റെ അടുത്തേക്ക് എതിരായിട്ടും വരാതെ നഷ്ടപ്പെട്ടു പോയവരായി തീർന്നിരിക്കുകയാണ്. ഒരു സമയത്ത് പിതാവിൻ്റെ ആയിരുന്ന നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ്. ഇനി നഷ്ടപ്പെട്ടു പോയ ആടുകളെ, തെറ്റി ഉഴഞ്ഞ് നടക്കുന്ന ആടുകളെ വീണ്ടും ഇടയനിലേക്ക്, സൃഷ്ടാവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം, സുവിശേഷത്തിൻ്റെ സുവിശേഷ വേല എന്ന് പറയുന്നത്. തെറ്റി ഉഴഞ്ഞ് നടക്കുന്ന ആടുകളുടെ ഇടയനാകുന്ന യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, യേശുവിൻ്റെ ജീവനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം, സുവിശേഷത്തിൻ്റെ ദൗത്യം.
എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ, യേശുവിനെ ഇന്ന് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം, ലോകത്തെ യേശുവിൽ കൂടെ കാണാൻ തുടങ്ങണം. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ച ആത്മീക സത്യങ്ങളിൽ കൂടെ നമ്മളെ തന്നെയും ലോകത്തെ കാണുകയാണെങ്കിൽ നിന്നിൽ കൂടെ സുവിശേഷം മാത്രമേ വരത്തുള്ളൂ, സൽപ്രവൃത്തി എന്നേ വരത്തുള്ളൂ. ഞാൻ ആരാണ്, ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്നുള്ളത് ആ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ് നീ ഒരു സൽപ്രവൃത്തിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധം നിന്നെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ യു വിൽ വാക്ക് ഇൻ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. ഏവർക്കും വേണ്ടി ഈ ഒരു സുവിശേഷത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്. For continuous studies, I cannot explain everything in one episode. So for you to continuously connect with me to learn the Bible, to reveal the truth that I am speaking in YouTube, you can contact me on my Facebook, Thomas Chakalakal. I will keep writing all the mysteries in details. Stay blessed in Christ.